Hello friends, well it's me Adilan here and welcome back to the channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ മാക്സിമം വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം. ഒരൊറ്റ സ്നാപ്പിലൂടെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്നിട്ട് ഒരു സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്യുന്നു. ആ സ്റ്റാറ്റസ് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിനകത്ത് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കാര്യം പറയണതിന് മുമ്പ് 3 വട്ടം ആലോചിക്കുക. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ, ഈ കാര്യം പറയണതുകൊണ്ട് എനിക്ക്, അതായത് പറയണ എനിക്ക് വല്ല ഗുണങ്ങളുണ്ടോ? രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കേൾക്കണം നിങ്ങൾക്ക്, അതുകൊണ്ട് വല്ല ഗുണങ്ങളുണ്ടോ? ആൻഡ് തേർഡ് വൺ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, അതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കാര്യം ഇവിടെ പറയണത് കൊണ്ട് ആരെങ്കിലും വല്ല ദോഷമുണ്ടോ? ഈ 3 കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് മാത്രം നമ്മൊരു ഡിസിഷനും മറ്റൊരു കാര്യങ്ങളും പറയാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഇതെപ്പോഴും നിങ്ങളെ മൈൻഡിൽ വെക്കാം. അപ്പോൾ ഈ കാര്യം നമ്മൾ നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല തീരുമാനങ്ങളും നമ്മൾ വേണ്ട എന്ന് വെക്കും. അതായത് നമ്മളെ സക്സസ്സിലേക്ക് അത് വളരെ അധികം ഉള്ളൊരു ഇതായിരിക്കും. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ, സഹിക്കുക, ക്ഷമിക്കുക, പൊറുക്കുക. എല്ലാ കാര്യത്തിനും അല്ല. ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, ഇന്നത്തെ ഈ ലോകത്ത്, അതായത് ലോകത്തിൽ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ച ഒരാളും 100% പെർഫെക്റ്റ് ആയിട്ടില്ല. അപ്പോൾ ന്യൂനതകളുണ്ടാവും, അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് എല്ലാ ന്യൂനതകളും അല്ല, അത്യാവശ്യം നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ന്യൂനതകളൊക്കെ മാക്സിമം ക്ഷമിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ രണ്ടാമതായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. ആൻഡ് ഫ്രണ്ട്സ്, ലാസ്റ്റ് വൺ ബട്ട് നോട്ട് ലീസ്റ്റ് വൺ, അതായത് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ താൽക്കാലികമായി കിട്ടുന്ന നേട്ടങ്ങൾക്കും താൽക്കാലികമായി കിട്ടുന്ന സന്തോഷങ്ങൾക്കും പിന്നാലെ പോകാണ്ട് നമുക്ക് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ സന്തോഷം കണ്ടെത്തുക. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല, APJ അബ്ദുൽ കലാം നല്ല രീതിക്ക് സാഹിത്യവൽക്കരിച്ച് പറഞ്ഞൊരു വാക്കാണ്. ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്താൽ മേ ബി അല്ല, ഒരു 95% നിങ്ങൾക്ക് ലൈഫ് നല്ല രീതിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നിൽക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ബോണസ് പോയിൻ്റായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് തോന്നുന്ന കാര്യം നിങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് ചെയ്യുക. അല്ലാണ്ട് മറ്റുള്ളവരെ വാക്കിന് വേണ്ടി കാത്തു നിൽക്കരുത്. നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അത് ചെയ്യുക, മോശമാണെന്ന് തോന്നുന്നു വെച്ചാൽ അത് ചെയ്യാണ്ടിരിക്കുക. അതിന് നമ്മൾ ആരെയും അഡ്വൈസ് കേൾക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നല്ല ഇൻട്രസ്റ്റഡ് സ്റ്റഫോടെ നിങ്ങളൊന്ന് കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ അദിനാൻ. ബൈ ഓൾ. രണ്ടാമത്തെ തിങ് എന്ന് പറഞ്ഞാൽ, സഹിക്കുക, ക്ഷമിക്കുക, പൊറുക്കുക. ഈ 3 കാര്യങ്ങളും